വെൽക്കം ടു പ്ലാന്റ് സാപ്പിയൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ സിമ്പിൾ ആയിട്ട് പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. പ്രൈമറി മുതൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് മുതൽ ടെറിഷറി സ്ട്രക്ചർ വരെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് അവയുടെ ബോണ്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം. നമുക്ക് ആദ്യം എന്താണ് ഒരു അമിനോ ആസിഡിന്റെ ജനറൽ ആയിട്ടുള്ള സ്ട്രക്ചർ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു അമിനോ ആസിഡ്സിന്റെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. അവയിൽ കാണുന്ന പോർഷൻസ് ഏതൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം മെയിൻ ആയിട്ട് അത് നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയായിരിക്കും. അമിനോ ആസിഡ്സ് എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ്സിന്റെ നടുക്കുള്ള ഈ ഒരു കാർബൺ നമ്മൾ ആൽഫ കാർബൺ എന്നാണ് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഇവ 4 സൈഡിലും അല്ലെ ഒരു ആർ ഗ്രൂപ്പ് ഉണ്ട്, ഒരു അമിനോ ഗ്രൂപ്പ് ഉണ്ട്, ഒരു കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഹൈഡ്രജൻ ഉണ്ട് അല്ലെ. അങ്ങനെ 4 ആൾക്കാരുമായിട്ട് ബോണ്ട് ഫോർമേഷൻ, 4 സൈഡിലും ബോണ്ട് ഫോർമേഷൻ ഉണ്ടെങ്കിൽ അത്തരം കാർബണിനെയാണ് ആൽഫ കാർബൺ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ആൽഫ കാർബണും കൈറാൽ കാർബൺ ആണ്. അമിനോ ആസിഡ്സിന്റെ എല്ലാ ആൽഫ കാർബണും കൈറൽ കാർബൺ ആണ്. കാരണം എന്താ? ഈ ഒരു കാർബൺ ആൽഫ കാർബണിന്റെ 4 സൈഡിലും 4 ഡിഫറെന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സുമായിട്ടാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒരു എക്സെപ്ഷൻ ഉണ്ടായിരിക്കും. കാരണം ഗ്ലൈസിൻ എന്ന് പറയുന്നതാണ് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്. ആ ഒരു ഗ്ലൈസിന്റെ ആർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ് അല്ലെ. അപ്പോൾ ഇവിടെ ആർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ വന്നില്ലേ? 2 ഡിഫറെന്റ് ആയിട്ടുള്ള ആർ എന്ന് പറയുന്നത് അവിടെ ഡിഫറെന്റ് അല്ല അല്ലെ. 2 ഹൈഡ്രജൻ ഒരുമിച്ച് വന്നു. അതുകൊണ്ട് ഗ്ലൈസിൻ എന്ന് പറയുന്നത് ഒരു കൈറാൽ കാർബൺ അല്ല, പക്ഷെ ഒരു ആൽഫ കാർബൺ ആണ്. ബാക്കിയുള്ള എല്ലാ അമിനോ ആസിഡ്സും ആൽഫ കാർബണും ആണ്. അമിനോ ആസിഡ്സിൽ ഉള്ളത് ആൽഫ കാർബണും ആണ്, കൈറാൽ കാർബണും ആണെന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. നെക്സ്റ്റ് ഒരു വേരിയബിൾ ആയിട്ടുള്ള ഒരു സൈഡ് ചെയിൻ ഉണ്ടായിരിക്കും. ഈ ഒരു സൈഡ് ചെയിൻ ബേസ് ചെയ്തിട്ടാണ് ഒരു ഏകദേശം ഒരു 20 അമിനോ ആസിഡ്സ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായിരിക്കും. ഒരു നൈട്രജൻ അമിനോ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് അമിനോ ആസിഡ്സിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ. ഈ ഒരു സ്ട്രക്ചർ പഠിച്ചു വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് പ്രോട്ടീൻസിന്റെ ബോണ്ട് ഒക്കെ പറയുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകുള്ളൂ. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കുന്നത് അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ഞാൻ ജസ്റ്റ് ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ആ ഒരു അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോൺ പോളാർ, പോളാർ, അസിഡിക്, ബേസിക് ഒക്കെ ബേസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കോഡ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ട്, അത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അമിനോ ആസിഡ്സ് ഒന്നുകിൽ സെർച്ച് ചെയ്ത് നോക്കാം. എലോങ് വിത്ത് ആ ഒരു പ്ലാന്റ് സാപ്പിയൻസ് എന്നുള്ള പേരും കൂടി കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സെർച്ചിൽ വരും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്ക്രീൻ ആയിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം, അല്ലെങ്കിൽ കമന്റിൽ പിൻ ചെയ്തോ കൊടുത്തേക്കാം. ഓക്കെ. ഇതാണ് ആ ഒരു അമിനോ ആസിഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ. അത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. ആ ഒരു 20 അമിനോ ആസിഡ്സ് നിങ്ങൾ എന്തായാലും അവയുടെ സ്ട്രക്ചറും അവയുടെ ആ ഒരു വാലിൻ ഗ്ലൈസിൻ എന്നൊക്കെ പറയുന്ന ആ ഒരു പേരും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചറിലോട്ട് പോകാം. അപ്പോൾ ഒന്നാമത്തത് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ആണ്. അതായത് പ്രോട്ടീനിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് കൂടി ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ആ അമിനോ ആസിഡുകൾ, 2 അമിനോ ആസിഡുകൾ തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ഉണ്ടാകും. അത് നെക്സ്റ്റ് അമിനോ ആസിഡ്, അങ്ങനെ അമിനോ ആസിഡ്സ് കൂടിയിട്ടാണ് ഒരു പെപ്റ്റൈഡ് അല്ലെങ്കിൽ ഒരു പ്രോട്ടീനിന്റെ ഫോർമേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ബോണ്ട് ഫോർമേഷന്റെ ആ ഒരു സ്റ്റെപ്സ് നോക്കാം. ഒന്നാമത്തത് ഇത് 2 അമിനോ ആസിഡ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് ഏകദേശം ഈ ഒരു രീതിയിൽ വേണം ട്ടോ വരാൻ വേണ്ടിയിട്ട്. ഈ 2 ഹൈഡ്രജൻസ് അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ ട്ടോ. നെക്സ്റ്റ് ഇവിടെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ആദ്യം നടക്കുന്നത്, ഇതൊരു അമിനോ ആസിഡ് ആണ്. അമിനോ ആസിഡ്സിന്റെ ഒരു കാർബോക്സിൽ ഗ്രൂപ്പും ഉണ്ട്, ഒരു അമിനോ ഗ്രൂപ്പും ഉണ്ട് അല്ലെ. ആ കാർബോക്സിൽ ആൻഡ് അമിനോ ഗ്രൂപ്പുകൾ തമ്മിലാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ ഒരു ബോണ്ട് ഫോർമേഷൻ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ആണ്. അതൊരു കണ്ടൻസേഷൻ റിയാക്ഷൻ ആണ്. കണ്ടൻസേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാട്ടർ റിമൂവൽ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണ് വാട്ടർ റിമൂവ് ചെയ്യുന്നത്? കാർബോക്സിൽ ഗ്രൂപ്പിലുള്ള ഒരു OH ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പിലുള്ള H കൂടി കണ്ടൻസേഷൻ റിയാക്ഷൻ നടന്നിട്ട് അവിടെ വാട്ടർ റിമൂവ് ചെയ്യും. ഓക്കെ. ബാക്കിയുള്ളത് ഏതാണ്? ഈ ഒരു കാർബണും നൈട്രജനും ഓക്സിജനും Hഉം ബാക്കിയുണ്ട് അല്ലെ. ആ ഒരു ബോണ്ടിനെയാണ്, ഈ ഒരു ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ 2 അമിനോ ആസിഡ്സ് തമ്മിൽ ഒരു ബോണ്ട് ഫോർമേഷൻ, ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടായി. ഡൈപെപ്റ്റൈഡ് ഫോംഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ? NH3+ ആ ഒരു ആണൈസേഷൻ അല്ലെങ്കിൽ CO- നെക്സ്റ്റ് ബോണ്ട് ഫോർമേഷന് വേണ്ടിയിട്ട് അവയെ പാകപ്പെടുത്തി എടുക്കുക. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും? ഇവ നെക്സ്റ്റ് അമിനോ ആസിഡ്സുമായിട്ട് കണക്ട് ചെയ്യും. അപ്പൊ അതിനാണ് ആ ഒരു ഡൈപെപ്റ്റൈഡ് ഫോംഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തു, അടുത്തത് നെക്സ്റ്റ് ആ ഒരു N ടെർമിനലും C ടെർമിനലും അയണൈസേഷൻ
നടക്കുന്നത് വരെയുള്ള പ്രോസസ്സിനെയാണ് ആ ഒരു ഡൈപെപ്റ്റൈഡ് ഫോംഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ആ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ. അപ്പൊ എത്ര അമിനോ ആസിഡ്സ് ഉണ്ടോ അത്രയും ആ ഒരു ഫോർമേഷൻ, ആ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ ഉണ്ടായിരിക്കും. -1 ആയിരിക്കും കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെച്ചേ. അതായത് എത്ര പെപ്റ്റൈഡ് ബോണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എത്ര അമിനോ ആസിഡ്സ് ഉണ്ട്, അമിനോ ആസിഡുകളുടെ എണ്ണം -1 ആണ്. അപ്പൊ അതായത് 4 അമിനോ ആസിഡ് ഉണ്ടെങ്കിൽ അവിടെ 3 പെപ്റ്റൈഡ് ബോണ്ടാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു പെപ്റ്റൈഡ് ബോണ്ടിന്റെ സ്ട്രക്ചർ, ഓക്കെ, ആ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. റെസൊണൻസ്, പ്ലാനാർ, സിസ് ആൻഡ് ട്രാൻസ് കോൺഫിഗറേഷൻ. ഈ 3 എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ അതിൽ ഈ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു റെസൊണൻസ് ഒക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി എൻ്റെ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു രാമചന്ദ്രൻ പ്ലോട്ട് എന്ന് പറയുന്ന ഫീച്ചർ പറയുമ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു പെപ്റ്റൈഡ് ബോണ്ടാണ് കാണിക്കുന്നത്. നോക്കി, ഇവിടെയുള്ള ഈ ഒരു സി ഡബിൾ ബോണ്ടോ ആണ് ഈ ഒരു സി ഡബിൾ ബോണ്ടോ. ഇവിടെയുള്ള NH, ഓക്കെ, അതാണ് ഈ NH. അപ്പൊ ഈ കാണുന്നതാണ് പെപ്റ്റൈഡ് ബോണ്ട്. ഈ ഒരു പെപ്റ്റൈഡ് ബോണ്ടിന് ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. The peptide bond has partial double bond character due to resonance. അപ്പൊ എന്താണ് ഈ resonance എന്ന് വെച്ചാൽ, അതായത് ഇവിടെ ഇപ്പം എന്താ ഇവിടെ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആണല്ലോ. ഈ ഒരു സിയും ഓയും തമ്മിൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആണ്. ചില കേസിൽ ഈ ഒരു ഡബിൾ ബോണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറും, അല്ലെങ്കിൽ ഈ ഒരു N+ൽ നിന്ന് ഡബിൾ ബോണ്ട് ഇവിടത്തേക്ക് വരാം. അത് ചില കേസിൽ എപ്പോഴും അല്ലേ, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ക്യാരക്ടർ ആകും. അപ്പൊ ഇവിടെ പാർഷ്യൽ ആയിട്ട് ആ ഒരു പ്ലസ് ചാർജ് വരും. ഓക്കെ, ഈ ഒരു ഡബിൾ ബോണ്ട് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറാം. ഓക്കെ, അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് മാറാം. ആ ഒരു ക്യാരക്ടർ നമ്മൾ റെസൊണൻസ്, ആ ഒരു ഇലക്ട്രോണിന്റെ കോൺഫിഗറേഷൻ ഒക്കെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഈ ഒരു പെപ്റ്റൈഡ് ബോണ്ട് തമ്മിൽ ഡബിൾ ബോണ്ട് ഫോർമേഷൻ ഉള്ളത് കൊണ്ട് പെപ്റ്റൈഡ് ബോണ്ട്സ് തമ്മിലുള്ള ആ ഒരു റൊട്ടേഷൻ, ആ ഒരു സിയും എന്നും തമ്മിൽ ബോണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ചുറ്റും റൊട്ടേഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, റൊട്ടേഷൻ അവിടെ നടക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒരു രാമചന്ദ്രൻ പ്ലോട്ട് കാണാത്തവർ അത് ഡീറ്റെയിൽഡ് ആയിട്ട് കാണണം കേട്ടോ. അപ്പൊ അതാണ് ഈ ഒരു പെപ്റ്റൈഡ് ബോണ്ടിന്റെ കുറേ സ്ട്രക്ചർ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ സ്പെഷ്യാലിറ്റീസ് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് റെസൊണൻസ്. രണ്ടാമത്തത് പ്ലെനാർ ആണ്. പ്ലെനാർ എന്ന് പറയുമ്പോൾ ഈ ഒരു റെസൊണൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ റൊട്ടേഷൻ നടക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ റൊട്ടേഷൻ നടക്കാത്തത് കൊണ്ട് ഈ ഒരു സി, ആ ഒരു N എന്ന് പറയാം, അല്ലെങ്കിൽ ആ ഒരു പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത് ഒരു സെയിം പ്ലെയിനിലാണ്, അല്ലെങ്കിൽ സിയും എന്നും എച്ചും ഒക്കെ കാണുന്നത് ഒരു സെയിം പ്ലെയിനിലാണ്. ആ ഒരു സെയിം പ്ലെയിനിലുള്ള ആ ഒരു പെക്യുലാരിറ്റീനെയാണ് നമ്മൾ, അല്ലെങ്കിൽ സിയും ഓയും എന്നും എച്ചും എല്ലാം സെയിം പ്ലെയിനിൽ ലൈ ചെയ്യുന്നത് കൊണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത് പ്ലെനാർ ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിസ് ആൻഡ് ട്രാൻസ് കോൺഫിഗറേഷൻ. ഇതും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ജസ്റ്റ് പറയാം. അതിൽ ട്രാൻസ് ആണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്. ട്രാൻസ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു പ്ലെയിൻ ആണ് നോക്കേണ്ടത്. അതായത് R ഗ്രൂപ്പ്സ് അല്ലെ, ആറും എച്ചും ഒക്കെ പറയുന്നത് ഓപ്പോസിറ്റ് പ്ലെയിനിലാണ്. ഇവിടെ രണ്ട് എന്താ ഫങ്ഷണൽ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, R ഗ്രൂപ്പ് ഉണ്ടല്ലോ. ആ ഒരു R ഗ്രൂപ്പ് നോക്കിയേ, ഒരു R ഗ്രൂപ്പ് ഇവിടെയും ഒരു R ഗ്രൂപ്പ് ഇവിടെയാണ് അല്ലെ. ആറും R പ്രൈം ഗ്രൂപ്പും ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പൊ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാകുമ്പോൾ അവ തമ്മിലുള്ള ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ്, അത് എന്താണെന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. ആ ഒരു സ്റ്റെറിക് ഹിൻഡ്രൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അവിടെ ക്രൗഡിങ് വളരെ കുറവാണ് ഇതില്, ട്രാൻസിൽ. അതുകൊണ്ട് സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷൻ ആണ് വരിക. പക്ഷേ സിസ് ആണെങ്കിൽ വരുമ്പോൾ അവിടെ R ഗ്രൂപ്പ്, ഇവിടെ ഒരു R പ്രൈം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അവിടെ R ഗ്രൂപ്പ് രണ്ടാമത്തെ R വരുമ്പോഴും ആ R ഗ്രൂപ്പ് ഒക്കെ സെയിം സൈഡിലാണ്. അവിടെ അത് ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. അത് ഇവിടെ തന്നെ സെയിം സിയിൽ വരുന്ന നെക്സ്റ്റ് R ഗ്രൂപ്പും ഇവിടെ തന്നെയാണ് ഉണ്ടായിരിക്കുക. ജസ്റ്റ് ഇവിടെ തന്നെയാണ് ഉണ്ടായിരിക്കുക. അതെല്ലാം സെയിം സൈഡിലാണ് വരുന്നതെങ്കിൽ അവിടെ റൊട്ടേഷൻ തീരെ പോസിബിൾ അല്ല, അല്ലെങ്കിൽ സ്റ്റെറിക് ഹിൻഡ്രൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കൂടുതലായത് കൊണ്ട് ഇവ ലെസ് സ്റ്റേബിൾ ആണ്. സോ മോസ്റ്റ് ഓഫ് ദ പെപ്റ്റൈഡ് എന്ന് പറയുന്നത് ഏത് ഫോമിലായിരിക്കും കാണുന്നുണ്ടായിരിക്കുക? ട്രാൻസ് ഫോമിലായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാകണമെങ്കിൽ ആ ഒരു രാമചന്ദ്രൻ പ്ലോട്ടും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഒന്ന് കാണണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവയുടെ പ്രൈമറി സ്ട്രക്ചർ ആണ്. ഈ പ്രൈമറി സ്ട്രക്ചർ വളരെ സിമ്പിൾ ആണ്. അമിനോ ആസിഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ വഴി ആ ഒരു ഓർഡറിൽ അമിനോ ആസിഡ്സ് ഇങ്ങനെ കൂടിച്ചേർന്നിട്ടുള്ളതാണ്. ഓക്കെ, പെപ്റ്റൈഡ് ബോണ്ട് വഴി അവ ഇങ്ങനെ ഹെൽഡ് ചെയ്ത് പോയിട്ടുള്ളതാണ്. ആ ഒരു ലീനിയർ സീക്വൻസിനെയാണ് നമ്മൾ സിംപ്ലി പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ നമ്മളൊരു സെക്കൻഡറി സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ അവിടെ ലീനിയർ അറേഞ്ച്മെന്റ് അല്ല, അവിടെ ഫോൾഡിങ്
നടക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്രൈമറി സ്ട്രക്ചറിന്റെ ഫോൾഡിങ് നടക്കുന്നു. ലോക്കൽ റെഗുലർ ഫോൾഡിങ് ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻ. ആ ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിനെ ആ ഒരു ഫോൾഡിങ് നടക്കുമ്പോൾ ആ ഒരു ഫോൾഡിങ്ങിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അവിടെ എന്ത് കാണുന്നുണ്ട്? ഹൈഡ്രജൻ ബോൺസ് കാണുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഹൈഡ്രജൻ ബോൺസിന്റെ ആ ഒരു ഫോർമേഷൻ വഴി രണ്ട് ടൈപ്പ് സെക്കൻഡറി സ്ട്രക്ചർ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. അതിൽ ഒന്നാമത്തേതാണ് ഇവിടെ കൊടുത്തേക്കുന്ന ആൽഫ ഹെലിക്സ്. ഓക്കെ, ഇവിടെ ആൽഫ ഹെലിക്സിന്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മൾ ആൽഫ ഹെലിക്സ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് ഹാൻഡഡ് ആയിട്ടുള്ള ഹെലിക്സ് ആണ്. ഓക്കെ, അവിടെ ഒരു ടേൺ അല്ലെങ്കിൽ ട്വിസ്റ്റ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ട്വിസ്റ്റിൽ ഓരോ ട്വിസ്റ്റുകൾ അല്ലെങ്കിൽ ഓരോ ടേൺസും തമ്മിൽ 3.6 ആ ഒരു ഓരോ ടേൺസിലും 3.6 അമിനോ ആസിഡ്സ് പ്രസന്റ് ആയിരിക്കും. ദെൻ അവയുടെ റൈസ്, ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു DNA സ്ട്രക്ചർ ഒക്കെ പഠിക്കുമ്പോൾ ഗ്രൂവ് ഒക്കെ പഠിക്കില്ലേ, അതേപോലെ ഈ ഒരു കാര്യമാണ് ആൽഫ ഹെലിക്സിൽ പഠിക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈസ് എന്ന് പറയുന്നത് 5.4 ആങ്സ്ട്രോം പെർ ടേൺ ആണ്. ദെൻ ഓരോ കംപ്ലീറ്റ് ടേണും കഴിഞ്ഞാൽ ഒരു പിച്ച് ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു പിച്ച് എന്ന് പറയുന്നത് 5.4 ആങ്സ്ട്രോം തന്നെയാണ്. ദെൻ ഇവയുടെ ഡയമീറ്റർ എന്ന് പറയുന്നത് 10 മുതൽ 12 ആങ്സ്ട്രോം വരെയാണ്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട് ഏതൊക്കെ തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത്? ആദ്യം C ഡബിൾ ബോണ്ട് Oയും NHും തമ്മിൽ എന്താ ഹൈഡ്രജൻ ബോണ്ട് കാണുന്നുണ്ട്. ഓക്കെ, C ഡബിൾ ബോണ്ട് Oയും NHും തമ്മിലാണ്. ഓക്കെ, C ഡബിൾ ബോണ്ട് Oയും NHും തമ്മിലാണ് ഹൈഡ്രജൻ ബോണ്ട് കാണുന്നത് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഇവയുടെ R ഗ്രൂപ്പ് ഉണ്ടായിരിക്കുമല്ലോ. ഈ ഒരു പിക്ചറിൽ നോക്കി അല്ലെങ്കിൽ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ R ഗ്രൂപ്പ് ഒക്കെ പുറത്തോട്ടാണ് പ്രൊജക്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. ആ ഗ്രൂപ്പ് ഒക്കെ പുറത്തോട്ട് പ്രൊജക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ആൽഫ ഹെലിക്സ് സ്ട്രക്ചറിൽ കാണുന്നത്. അപ്പോൾ ഒരു റൈറ്റ് ഹാൻഡഡ് ആണെന്ന് പഠിച്ചു വെച്ചേക്കാം. നേരെ തിരിച്ച് ബീറ്റ പ്ലേറ്റഡ് സ്ട്രക്ചർ വരുമ്പോൾ അതിന് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ആന്റി പാരലൽ ബീറ്റ ഷീറ്റും ഉണ്ട്, പാരലൽ ബീറ്റ ഷീറ്റും ഉണ്ട്. അപ്പോൾ ഈ ഒരു ആന്റി പാരലൽ ബീറ്റ ഷീറ്റിന്റെ അകത്ത് ആ ഒരു ഏറോ മാർക്ക് നോക്കിയാൽ മതി കേട്ടോ. ആ ഒരു ഡയറക്ഷൻ ഒന്ന് രണ്ട് സൈഡിലും ഒന്ന് നെക്സ്റ്റ് ആ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാണുന്നത് അല്ലേ. അഡ്ജസന്റ് സ്ട്രാൻഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് ഒന്ന് N ടെർമിനൽ ടു C ടെർമിനൽ ആണെങ്കിൽ രണ്ടാമത്തേത് C ടെർമിനൽ ടു N ടെർമിനൽ ആണ്. ഇവിടെ ഒരു എറോ മാർക്കേ ഉള്ളൂ കേട്ടോ. ഈ എറോ മാർക്ക് ഇവിടെ ഇല്ല, ഇവിടെ ഉള്ളത് കറക്റ്റ് ആണ്. ഈ എറോ മാർക്ക് ഇവിടെ ഇല്ല. ഓക്കെ, അതൊന്നും മാറിപ്പോകരുത്. അവിടെ ഓപ്പോസിറ്റ് സ്ട്രാൻഡിലാണ്. ദെൻ ഇവിടെയുള്ള ഹൈഡ്രജൻ ബോണ്ട് നോക്കിയാൽ സിയും Nഉം N ഒക്കെ തമ്മിലുള്ള ആ ഒരു ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുമ്പോൾ ലീനിയർ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് അല്ലേ കാണുന്നത്. ആ ഒരു ലീനിയർ ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് ഉള്ളത് കൊണ്ട് ഇവയാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത്. ദെൻ പാരലൽ ബീറ്റ ഷീറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം സെയിം ഡയറക്ഷനിലാണ് വരിക. ഇവിടെ എറോ മാർക്കിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ അഡ്ജസന്റ് സ്ട്രാൻഡ്സ് സെയിം ഡയറക്ഷനിലാണ്. അതായത് N മുതൽ C തന്നെയാണെങ്കിൽ ഇവിടെയും എഴുതിയത് കറക്റ്റ് ആണ്. N മുതൽ C, NC എല്ലാം NC ആയിരിക്കും. ഇവ ഇവയിൽ കാണുന്ന ഹൈഡ്രജൻ ബോണ്ട് ബെൻഡ് ആയിട്ടുള്ളതാണ്. ബെൻഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് ആണ് ആ ഒരു കാർബണിന്റെയും Nന്റെയും ഇടയിലും കാണുന്നത്. അപ്പൊ ഇത്തരം കേസിലുള്ള ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ലെസ് സ്റ്റേബിൾ ആണ്. ഓക്കെ, ഇതാണ് ഹൈഡ്രജൻ ബോണ്ട് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ. Then next നമുക്ക് ബീറ്റ ടേൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതൊരു ടൈപ്പ് ഓഫ് സെക്കൻഡറി സ്ട്രക്ചർ ആണ്. ജസ്റ്റ് എന്താണെന്ന് പഠിക്കാം. ബീറ്റ ടേൺ എന്ന് പറയുന്ന ഒരു സെക്കൻഡറി സ്ട്രക്ചറിന്റെ ടൈപ്പ് ആണ്. അതിൽ 4 അമിനോ ആസിഡ് റെസിഡ്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് സാധാരണയുള്ള ഒരു പോളിപെപ്റ്റൈഡ് ചെയിൻ ഇല്ലേ, അതൊന്ന് ഷാർപ്പ് ആയിട്ടൊന്ന് റിവേഴ്സ് ഡയറക്ഷനിലേക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അവിടെ 4 അമിനോ ആസിഡ് റെസിഡ്യൂസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അവിടെ 1 2 3 4 എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെ 4 അമിനോ ആസിഡ് റെസിഡ്യൂസ് കൂടിച്ചേർന്നിട്ടുള്ളതാണ് ഒരു ബീറ്റ ടേൺ എന്ന് പറയുന്നത്. സാധാരണ ഉള്ള ആ ഒരു ചെയിനിന്റെ ഡയറക്ഷൻ അവിടെ ചേഞ്ച് ആകും. അപ്പൊ ചേഞ്ച് ആകുമ്പോൾ അവിടെ ഹൈഡ്രജൻ ബോണ്ട് വഴി സ്റ്റെബിലൈസ് ചെയ്യണല്ലോ. അവിടെ ഹൈഡ്രജൻ ബോണ്ട് വഴി അല്ലെങ്കിൽ ആ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് ഒന്നാമത്തെ അമിനോ ആസിഡ് റെസിഡ്യൂവിന്റെ C ബോണ്ട് O. ഓക്കെ, ഒന്നാമത്തെ അമിനോ ആസിഡ് റെസിഡ്യൂവിന്റെ C ബോണ്ട് Oയും നാലാമത്തെ അമിനോ ആസിഡിന്റെ NHും തമ്മിലാണ് അവിടെ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാകുന്നത്. ഓക്കെ, നാലാമത്തെ അമിനോ ആസിഡിന്റെ NH. ഓക്കെ, അപ്പൊ ഇത്തരം കേസ് കോമൺ ആയിട്ട് കാണുന്നത് ഗ്ലോബുലാർ പ്രോട്ടീനിലാണെന്നും പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ടെറിഷറി സ്ട്രക്ചർ ആണ്. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് അറിയാം. സെക്കൻഡറി സ്ട്രക്ചറിന്റെ
ഫെർദർ ഫോൾഡിംഗ് ആണ്. എഗെയിൻ ഫോൾഡ് ചെയ്ത് ഒരു 3D ഫോൾഡിങ്ങിലോട്ട് വരുമ്പോൾ ഒരു സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിന് കുറെ ഇന്ററാക്ഷൻ കാരണം, അവിടെ ഹൈഡ്രജൻ ബോണ്ട് മാത്രമല്ല കുറെ ഇന്ററാക്ഷൻ കാരണം എന്താ എഗെയിൻ ഫെർദർ ഫോൾഡ് ചെയ്യുമ്പോഴാണ് അതിനെ ടെറിഷറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ ബോണ്ടാണ് ഉള്ളത് വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഹൈഡ്രജൻ ബോണ്ട് പ്രസന്റ് ആണ്. അതുകൂടാതെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻ, അതായത് ഇവിടെ നോൺ പോളാർ ആയിട്ടുള്ള 6 ഗ്രൂപ്പ്സിന്റെ ക്ലസ്റ്റർ ഉള്ളിൽ ഉണ്ടായിരിക്കും. ആ 6 ഗ്രൂപ്പ് ഒക്കെ തമ്മിൽ ഒരു ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടായിരിക്കും. ദെൻ കാർബോക്സിൽ ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും തമ്മിൽ ഒരു അയോണിക് ബോണ്ട് അല്ലെങ്കിൽ ഒരു സോൾട്ട് ബ്രിഡ്ജ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. വീക്ക് ആയിട്ടുള്ള വാൻഡർവാൾസ് ഫോഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. കൂടാതെ ഡൈസൾഫൈഡ് ബോണ്ടും ഒരു ടെറിഷറി സ്ട്രക്ചറിൽ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഡൈസൾഫൈഡ് ബോണ്ട് ഫോർമേഷൻ, അതായത് സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉണ്ട് അല്ലെ, അതിൽ എക്സാമ്പിൾ ആണ് സിസ്റ്റീൻ റെസിഡ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോട്ടീൻസിൽ സിസ്റ്റീൻ റെസിഡ്യൂസ് കൂടുതൽ ഉണ്ടെങ്കിൽ ആ ഒരു സിസ്റ്റീൻസ് തമ്മിൽ ഫോം ചെയ്യുന്ന ബോണ്ടിനെയാണ് നമ്മൾ ഡൈസൾഫൈഡ് ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെറിഷറി സ്ട്രക്ചറിൽ പല അമിനോ ആസിഡ്സ് തമ്മിലും ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഒരു ഡൈസൾഫൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. അത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ, സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് തമ്മിൽ. ലാസ്റ്റ് ആണ് ക്വാട്ടേണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് രണ്ടോ അതിൽ കൂടുതലോ പോളിപെപ്റ്റൈഡ്സ് ചെയിനിന്റെ സബ് യൂണിറ്റ്സ് കൂടി ചേർന്നിട്ട് ഒരു ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡക്റ്റ്. ഓക്കെ, ഫങ്ഷണൽ ആയിട്ടുള്ള പ്രോട്ടീൻ പ്രൊഡക്റ്റ്, അതായത് ഓരോ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അപ്പൊ ഇവിടെ ഒരു ആൽഫ സബ് യൂണിറ്റ്, ബീറ്റ, ആൽഫ സബ് യൂണിറ്റ്, ബീറ്റ സബ് യൂണിറ്റ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഒരു ആൽഫ അല്ലെങ്കിൽ 2 ആൽഫ ഗ്രൂപ്പും 2 ബീറ്റ ഗ്രൂപ്പും ചേർന്നിട്ടുള്ള ഒരു ആൽഫ ടു ബീറ്റ ടു ടെട്രാമർ ആണിത്. അതാണ് നമ്മളുടെ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഹീമോഗ്ലോബിൻ ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഒരു ഫങ്ഷണൽ ഫോമിൽ എത്തണമെങ്കിൽ ഈ ഒരു ടെറിഷറി സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ഒരു ടെറിഷറി സ്ട്രക്ചറിന്റെ ഫെർദർ ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ ടെറിഷറി സ്ട്രക്ചേഴ്സ് കൂടി ചേർന്നിട്ട് ഒരു ഹോൾ സ്ട്രക്ചർ ആകുമ്പോഴാണ് ഇത് ഫങ്ഷണൽ ആയിട്ട് മാറുന്നത്. അപ്പൊ ഈ ഓരോ സബ് യൂണിറ്റും ഹെൽഡ് ചെയ്യുന്ന അവ തമ്മിൽ ഉള്ള ബോണ്ട് എന്ന് പറയുന്നത് നോൺ കോവാലന്റ് ഇന്ററാക്ഷനും ചില കേസിൽ ഡൈസൾഫൈഡ് ബോണ്ടുമാണ് ഉണ്ടാകുന്നത്. ഓരോ പ്രോട്ടീൻസിന്റെ ആ ഒരു ബയോളജിക്കൽ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഈ ഒരു ക്വാട്ടേണറി സ്ട്രക്ചർ ആണ് വരിക. എക്സാമ്പിൾ ഹീമോഗ്ലോബിനും ആന്റിബോഡീസ് ഒക്കെയാണ് വരിക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് ഈ ഒരു പ്രോട്ടീൻ സ്ട്രക്ചറിന്റെ ലെവൽ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ആദ്യം നമ്മൾ പറഞ്ഞു പ്രൈമറി സ്ട്രക്ചർ ആണ്, ലീനിയർ സീക്വൻസ് ആണ്. ദെൻ സെക്കൻഡറി സ്ട്രക്ചർ ലോക്കൽ ആയിട്ട് ചെറിയ ചെറിയ ഫോൾഡിംഗ് ആണ്, അതിൽ ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡും ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് കെരാറ്റിൻ. ഓക്കെ, ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു പ്രൈമറി സ്ട്രക്ചർ ആണ്. ദെൻ നമ്മൾ ടെറിഷറി സ്ട്രക്ചറിലോട്ട് വരുമ്പോൾ ഒരു 3D ഫോൾഡിംഗ് ആണ് അല്ലെ, പോളിപെപ്റ്റൈഡ്സ് ചെയ്യുന്നത് തമ്മിൽ ആ ഒരു എന്താ ഹൈഡ്രജൻ ബോണ്ട് കൂടാതെ മറ്റു ചില ബോണ്ടുകളും ഉണ്ട് എന്ന് പറഞ്ഞു, ഡൈസൾഫൈഡ് ഒക്കെ പോലെയുള്ള. എക്സാമ്പിൾ മയോഗ്ലോബിൻസ് ഒക്കെയാണ്. then അതൊരു ഫങ്ഷണൽ ഫോമിലോട്ട് വരുമ്പോൾ, അതായത് ഈ ഒരു ക്വാട്ടേണറി സ്ട്രക്ചേഴ്സ് ഒക്കെ പിന്നെയും ഫെർദർ ഫോൾഡ് ചെയ്തിട്ട് വരുമ്പോഴാണ് അതിന് ക്വാട്ടേണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ ഒക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരിക. then ഫങ്ഷണൽ, അതായത് ഫൈനൽ ആയിട്ടുള്ള ഈ ഒരു ക്വാട്ടേണറി സ്ട്രക്ചറിനാണ് ബയോളജിക്കൽ ആക്ടിവിറ്റി ഉള്ളത് എന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഡീനാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ ഒരു നാറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻസിന്റെ സ്ട്രക്ചർ ഉണ്ടല്ലോ, അവയിൽ നോൺ കോവാലന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസും ഡൈസൾഫൈഡ് ബോണ്ട് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു നോൺ കോവാലന്റ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ബ്രേക്ക് ചെയ്യും. അവിടെ ആ ഒരു പെപ്റ്റൈഡ് ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യില്ല, പക്ഷെ മറ്റ് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യും. അതായത് അവയുടെ ഫോൾഡിംഗ് പാറ്റേൺസിന് മാറ്റം വന്ന് അവ അൺഫോൾഡിംഗ് ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. അതായത് ഹീറ്റോ അല്ലെങ്കിൽ എക്സ്ട്രീം പിഎച്ചോ ഓർഗാനിക് സോൾവെന്റോ ഹെവി മെറ്റൽസോ യൂറിയയുടെ ഒക്കെ പ്രസൻസിൽ പ്രോട്ടീൻസിന്റെ നേറ്റീവ് സ്ട്രക്ചറിൽ മാറ്റം വന്നിട്ട് അവ അൺഫോൾഡഡ് കേസിലോട്ട് മാറും. അവയുടെ സെക്കൻഡറി സ്ട്രക്ചറും ടെറിഷറി ആൻഡ് ക്വാട്ടേണറി സ്ട്രക്ചറും ആണ് ഇവിടെ ആക്ച്വലി ഡിസ്റപ്റ്റ് ആകുന്നത്. അവയുടെ ബയോളജിക്കൽ ആക്ടിവിറ്റി അവിടെ ലോസ് ആകും, കാരണം ക്വാട്ടേണറി സ്ട്രക്ചർ അവിടെ പോകുന്നു, പക്ഷേ അവിടെ പെപ്റ്റൈഡ് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ബയോളജിക്കൽ അവ ഇനാക്റ്റീവ് ആകുന്നു. ആ ഒരു പ്രോസസ് ആണ് ഡീനാച്ചുറേഷൻ. പക്ഷെ ഇതെന്താണ്, റിവേഴ്സിബിൾ ആണ്. ഓക്കെ, ആ ഒരു ഡീനാച്ചുറേറ്റിംഗ് ഏജന്റ് ഉണ്ടല്ലോ, ആ ഒരു പ്രോട്ടീനിൽ നിന്ന് ഈ ഒരു ഡീനാച്ചുറേറ്റിംഗ് ഏജന്റ് അവിടെ നിന്ന് റിമൂവ് ആക്കിയാൽ അവ അവയുടെ നേറ്റീവ് സ്ട്രക്ചറിലോട്ട് തിരിച്ചു വരും. ഓക്കെ, ജസ്റ്റ് പ്രോട്ടീൻസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് കൂടി നമുക്ക് പഠിക്കാം. ഒന്ന് എൻസൈംസ് ആണ്. എല്ലാ പ്രോട്ടീൻസും എൻസൈംസ് ആണ് അല്ലെ, അവ ബയോ കാറ്റലിസ്റ്റ് ആയിട്ടിട്ട്
ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. പെപ്സിൻസ്, DNA പോളിമറേസ് ഒക്കെയാണ് എക്സാമ്പിൾ. ദെൻ അവ സ്ട്രക്ചറൽ ആയിട്ടുള്ള സപ്പോർട്ട്, ഷേപ്പ് അല്ലെങ്കിൽ സെല്ലിനും ടിഷ്യൂസിനും ഒക്കെ ഷേപ്പ് കൊടുക്കാൻ, അതിന് എക്സാമ്പിൾ ആണ് കൊളാജൻ, കെരാറ്റിൻ, ഇലാസ്റ്റിൻ എന്നൊക്കെ പറയുന്നത്. ദെൻ റിസപ്റ്റേഴ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. അതിൽ ആ ഒരു എന്താ റെസ്പോൺസ് അല്ലെങ്കിൽ റിസീവ് സിഗ്നൽസ് ഒക്കെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇൻസുലിൻ റിസപ്റ്റർ ഉണ്ട്. അപ്പൊ അതിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. നെക്സ്റ്റ് ഉള്ളത് ട്രാൻസ്പോർട്ട് ആണ്. അതായത് അയോൺസ് പോലെയുള്ള മോളിക്യൂൾസിനെയോ അല്ലെങ്കിൽ അതർ മോളിക്യൂൾസിനെയോ ഒക്കെ മറ്റു സ്ഥലത്തൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഹീമോഗ്ലോബിൻ. അയോൺ ട്രാൻസ്പോർട്ട് ആണ് ട്രാൻസ്ഫെറിൻ എന്ന് പറയുന്നത്. ദെൻ കെമിക്കൽ മെസ്സഞ്ചേഴ്സ്, അതായത് ബോഡീനെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഹോർമോൺസ്. ഒരു ഹോർമോൺസ് ആയിട്ടുള്ള ഇൻസുലിനും ഗ്രോത്ത് ഹോർമോൺസും ഒക്കെ പ്രോട്ടീൻസ് ആണ്. ദെൻ നെക്സ്റ്റ് ചില അമിനോ ആസിഡ്സും അയോൺസും ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഈ ഒരു പ്രോട്ടീൻ ഫോമിലാണ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മളുടെ മിൽക്ക് പ്രോട്ടീൻ ആണ് കെസീൻ എന്ന് പറയുന്നത്. അയേൺ സ്റ്റോറേജിന് വേണ്ടിയിട്ട് ഫെറിറ്റീൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. നെക്സ്റ്റ് കോൺട്രാക്ടൈൽ ആണ്. അതായത് സെല്ലിലും ഓർഗാനിസത്തിലും ഒക്കെ മൂവ്മെന്റ്, ആക്റ്റിൻ മയോസിൻ എന്നൊക്കെ പറയുന്ന ടേം കേട്ടിട്ടുണ്ടാവല്ലോ. നെക്സ്റ്റ് ആണ് ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ. പാത്തജൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫോറിൻ സബ്സ്റ്റൻസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആണ്. ആന്റിബോഡീസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു പ്രോട്ടീൻസിന്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്. ഒരു 20 മിനിറ്റിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആയിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട് ഈ ഒരു ചാനൽ ഒന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടി സഹായിക്കുക. ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് ആ ഒരു കമന്റ് ബോക്സിലും അറിയിക്കുക. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.